സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേക്കായി നാം എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്താറുണ്ടല്ലേ? എങ്കിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ, ദൈവത്തിന്റെ മാതാവാകേണ്ട പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിനായി ദൈവം എത്രയോ ഒരുക്കങ്ങൾ നൂറ്റാണ്ടുകളായി നടത്തിയിട്ടുണ്ടാകും. പരിശുദ്ധ മറിയം ഇസ്രായേലിൽ ലേവി കുടുംബത്തിൽ അല്ലെങ്കിൽ പുരോഹിത വംശത്തിൽപ്പെട്ടവളായി ജനിക്കുവാൻ ദൈവം ഇടയാക്കി. ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥനയോടെ അനേക വർഷങ്ങളായി കാത്തിരുന്ന അന്ന, യോവാക്കീം എന്നീ വിശുദ്ധ ദമ്പതികൾക്കുണ്ടായ ദൈവത്തിന്റെ അത്ഭുതമായ ഇടപെടൽ മൂലമാണ് പരിശുദ്ധ മറിയത്തിന്റെ ജനനം. പരിശുദ്ധനായവനെ ഉദരത്തിൽ വഹിക്കേണ്ടവളായ അവളുടെ ജനനം പാപമാലിന്യം ഏൽക്കാത്തതാകണമെന്ന് ദൈവം നിശ്ചയിച്ച് ഉത്ഭവ പാപത്തിൽ നിന്ന് അവളെ സംരക്ഷിച്ചു. 3 വയസ്സ് മുതൽ ദേവാലയത്തിലായിരുന്ന മറിയം തന്റെ കന്യാത്വം ദൈവത്തിന് പൂർണ്ണമായി വ്രതം ചെയ്തു. വിവാഹിതരാകുന്നുവെങ്കിലും കന്യകളായി ജീവിക്കുന്ന സ്ത്രീകൾ അന്ന് ഇസ്രായേലിലുണ്ടായിരുന്നു. അങ്ങനെ നീതിമാനായ യോസേപ്പിനെ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി ദൈവപുത്രന് ജന്മം നൽകി. വെറും 3 വർഷം മാത്രമായിരുന്നു ഈശോ തന്റെ പരസ്യ ജീവിതം നടത്തിയത്. ബാക്കി 30 വർഷത്തോളം ചേർന്നിരുന്നത് തന്റെ അമ്മയുടെ ഒപ്പമായിരുന്നു. എത്രയേറെ ഹൃദയ ഐക്യം അവർ തമ്മിൽ ഉണ്ടായിരുന്നിരിക്കണം. അതിനാൽ പരിശുദ്ധ മറിയം ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചവൾ മാത്രമല്ല, ഹൃദയത്തിൽ സംവഹിച്ചവൾ കൂടിയാണ്. ദൈവത്തിന്റെ ദാസിയായി സ്വയം സമർപ്പിച്ച, ദൈവത്തിനായി സ്വയം മറയ്ക്കപ്പെട്ടവളെ എങ്ങനെ ദൈവത്തിന് മറക്കാനാകും? ദൈവഹിതത്തിന് എപ്പോഴും ആമേൻ പറഞ്ഞു ദൈവം ആവശ്യപ്പെട്ടതൊന്നും തന്റെ ജീവിതത്തിൽ നിരസിക്കാതിരുന്ന അവളുടെ പ്രാർത്ഥനകൾ എങ്ങനെ ദൈവത്തിന് നിരസിക്കാനാകും? ഇല്ല, അവളുടെ നാമം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. അവളുടെ പ്രാർത്ഥന ഒരിക്കലും നിരസിക്കപ്പെടുകയുമില്ല. യഥാർത്ഥ മറിയഭക്തി നമ്മെ ക്രിസ്തുവിലേക്ക് അനുരൂപപ്പെടുത്തുന്നതാണ്. കാരണം മറിയം സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള ഗോവണിയാണ്. കുരിശിൽ വെച്ച് ഈശോനാഥൻ നമുക്ക് നൽകിയ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ സന്തോഷത്തോടെ നമുക്ക് ആശംസിക്കാം. എല്ലാ തലമുറകളോട് ചേർന്ന് നമുക്ക് അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണം.